നമസ്കാരം. ഒരു ജനറൽ പർപ്പസ് മൊബൈൽ ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഇപ്പോൾ ഇതിൽ പറഞ്ഞത്. അതായത് ഫീൽഡിൽ പോയിട്ട് നമ്മൾ സർവേ നടത്തിയിട്ട് ആ ഡീറ്റെയിൽസ് ഓഫീസിലെ കമ്പ്യൂട്ടറിൽ എൻ്റർ ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ബുക്കിൽ എൻ്റർ ചെയ്യുകയോ ചെയ്യുന്നതിന് പകരം നമ്മൾ ഫീൽഡിൽ വെച്ചൊരു മൊബൈൽ ആപ്ലിക്കേഷനിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ ഒരു ഗൂഗിൾ ഷീറ്റിലേക്ക് എൻ്റർ ആവുകയും അതിൻ്റെ കൂടെ ലൊക്കേഷൻ അടക്കം എൻ്റർ ആവുകയും പിന്നീട് നമുക്ക് ആ മൊബൈൽ ആപ്ലിക്കേഷനിൽ വ്യൂ ചെയ്യാനോ അല്ലെങ്കിൽ അതൊരു ലിസ്റ്റായിട്ട് ഗൂഗിൾ ഷീറ്റിൽ തന്നെ കിട്ടിക്കഴിയും. അപ്പോൾ അതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഗൂഗിൾ ഷീറ്റ് ഉണ്ടാക്കുക. ഗൂഗിൾ ഷീറ്റ് ഉണ്ടാക്കിയിട്ട് ഈ ഗൂഗിൾ ഷീറ്റിൽ കറക്റ്റ് കോളങ്ങളിലെ കാര്യം കൃത്യമായിട്ടുള്ള എൻട്രി കൊടുക്കണം. അങ്ങനെ എൻട്രി കൊടുത്തു കഴിഞ്ഞാൽ ആ ഗൂഗിൾ ഷീറ്റിന്റെ ലിങ്ക് എടുത്തിട്ട് മൊബൈൽ ആപ്ലിക്കേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ മൊബൈൽ ആപ്ലിക്കേഷനിൽ നിന്ന് എൻ്റർ ചെയ്യുന്നത് ഗൂഗിൾ ഷീറ്റിൽ നേരെ പോയി വീഴും. മൊബൈൽ ആപ്ലിക്കേഷനിൽ എന്തൊക്കെയാണോ സർവേ നടത്തേണ്ടത് അത് ഗൂഗിൾ ഷീറ്റിൽ നിന്ന് തിരിച്ചിങ്ങോട്ട് കിട്ടുകയും ചെയ്യും. ആ കിട്ടുന്നതിന് മറുപടി ഗൂഗിൾ ഷീറ്റിൽ എൻ്റർ ചെയ്ത് മൊബൈൽ ആപ്ലിക്കേഷനിൽ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നേരെ ഗൂഗിൾ ഷീറ്റിൽ വരും. ഗൂഗിൾ ഷീറ്റിൽ സേവ് ആയിക്കോളും. നമുക്ക് അതിന്റെ റിപ്പോർട്ട് എടുത്ത് നോക്കാനും പറ്റും. റിപ്പോർട്ട് ഏത് ഐറ്റത്തിനനുസരിച്ച് റിപ്പോർട്ട് വേണം എന്നുള്ളതും നമുക്ക് അവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. ഗൂഗിൾ ഷീറ്റിൽ തന്നെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. അതനുസരിച്ച് റിപ്പോർട്ട് കിട്ടും. അതിൽ ഗൂഗിൾ മാപ്പിലേക്ക് അത് പോയിന്റ് ചെയ്യാനും പറ്റും. അതായത് നമുക്കിപ്പോൾ ഒരു സർവേ നടത്തിയിട്ട് അതിലേക്ക് ആ പോയിന്റിലേക്ക് ലൊക്കേഷൻ മാപ്പിട്ട് പോകണമെങ്കിൽ അതിനൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ആ ഓപ്ഷൻ കൂടി ഇതിലുണ്ട്. അപ്പൊ ഇതെങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് വിശദമായിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. ഈ ഗൂഗിൾ ഷീറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് വളരെ ശ്രദ്ധിച്ച് വേണം. കൃത്യമായിട്ട് എൻ്റർ ചെയ്താലേ അതിൽ മൊബൈൽ ആപ്ലിക്കേഷനോട് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുള്ളൂ. അപ്പൊ ഏത് സർവേക്ക് വേണ്ടിയിട്ടും ഈ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ പറ്റും. 4 ഗൂഗിൾ ഷീറ്റ് ഉണ്ടെങ്കിൽ 4 ഗൂഗിൾ ഷീറ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ അതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പൊ ഫീൽഡ് എന്തെങ്കിലും സർവേ നടത്തണമെങ്കിൽ ഒരു 4 സർവേ ഉണ്ടെങ്കിൽ ആ 4 സർവേക്കും 4 ഗൂഗിൾ ഷീറ്റ് ഉണ്ടാക്കിയിട്ട് ആ 4 ഗൂഗിൾ ഷീറ്റിന്റെ ലിങ്ക് ഈ മൊബൈൽ ആപ്ലിക്കേഷനിൽ പേസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ മൊബൈൽ ആപ്ലിക്കേഷനിൽ നിന്ന് പോകുന്നത് നേരെ ഈ ഏത് ഗൂഗിൾ ഷീറ്റാണോ നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത് ആ ഗൂഗിൾ ഷീറ്റിലേക്ക് ആയിരിക്കും. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യണമെന്നുള്ള വീഡിയോ വളരെ കൃത്യമായിട്ട് പറയേണ്ടതെന്ന് ശ്രദ്ധിക്കുക. ഇതാണ് മൊബൈൽ ആപ്ലിക്കേഷൻ. മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞതാണ്. ഇൻസ്റ്റാളേഷനെ കുറിച്ച് പിന്നീട് പറയാം. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ 2 ഷീറ്റ് ഉണ്ടായിരുന്നു. ആ 2 ഷീറ്റിലൊരു ഷീറ്റ് സെലക്ട് ചെയ്തു. അപ്പോൾ ആ ഷീറ്റ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ സ്ക്രാപ്പ് ഐറ്റം, DTR, ലാൻഡ്മാർക്ക്, നിയറസ്റ്റ് പോൾ നമ്പർ, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ ആൻസറായിട്ട് സെലക്ഷൻ ബോക്സിൽ 2 ഉണ്ട്. സ്ക്രാപ്പ് ഐറ്റത്തിൽ 2 ഐറ്റം ഉണ്ട്. അതുപോലെ തന്നെ DTRലും കുറച്ച് DTRs ഉണ്ട്. അപ്പോൾ ഇത് എൻ്റർ ചെയ്ത് അത് സേവ് ചെയ്യാം. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിൽ ഈ ഡീറ്റെയിൽസ് വന്നതെന്നുള്ളത്, അതായത് ഇപ്പോൾ ഈ ഡീറ്റെയിൽസ് വരണത്, ഈ ക്വസ്റ്റ്യൻസ് വരണത് എങ്ങനെയാണെന്നുള്ളത് ഗൂഗിൾ ഷീറ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിൽ ആദ്യം ഒരു ഗൂഗിൾ ഷീറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഗൂഗിൾ ഷീറ്റിൽ ഇപ്പോൾ മൊബൈൽ ആപ്ലിക്കേഷനിൽ വന്ന ഫീൽഡുകളിൽ ഈ ഗൂഗിൾ ഷീറ്റിൽ ആദ്യത്തെ കോളത്തിൽ സീരിയൽ നമ്പർ എഴുതുക. ആദ്യത്തെ കോളത്തിൽ സീരിയൽ നമ്പർ തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. അടുത്ത കോളത്തിൽ ഹെഡിങ് എന്താണോ വേണ്ടത് അത് എഴുതുക. ഹെഡിങ്ങുകൾ എഴുതി കൊടുക്കുക. ആ എഴുതി കൊടുക്കുന്ന ഹെഡിങ്ങുകളാണ് ഈ മൊബൈൽ ആപ്ലിക്കേഷനിൽ ഇവിടെ ഇതിൻ്റെ ഹെഡിങ് ആയിട്ട് ലെഫ്റ്റ് സൈഡിൽ വരുന്നത്. ആൻസർ നമുക്ക് റൈറ്റ് സൈഡിൽ എഴുതുക. അങ്ങനെ 25 വരെ എഴുതി കൊടുക്കാം. അവിടെ 25 എഴുതി കൊടുക്കാം. അതിൽ 25 ആൻസർ ചെയ്യാൻ പറ്റും. അടുത്തത് സെലക്ഷൻ ബോക്സ് 1 ആദ്യത്തെ സെലക്ഷൻ ബോക്സിൽ വരേണ്ട സാധനങ്ങളാണ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അവിടെ എന്തെങ്കിലും എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ സെലക്ഷൻ ബോക്സിൽ വരും. അടുത്ത കോളത്തിലെ അടുത്ത സെലക്ഷൻ ബോക്സിൽ ഇവിടെ സ്ക്രാപ്പ് ഐറ്റം എന്നും DTR എന്നും 2 സെലക്ഷൻ ബോക്സാണുള്ളത്. അപ്പോൾ 2 സെലക്ഷൻ ബോക്സിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇവിടെ എൻ്റർ ചെയ്യേണ്ടത് ഏത് ഐറ്റം വെച്ചിട്ടാണോ അത് സോർട്ട് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അത് അടുത്ത റിപ്പോർട്ട് വരുമ്പോഴാണ് അത് കൂടുതൽ മനസ്സിലാവുന്നത്. അപ്പോൾ അതിൻ്റെ ആ സീരിയൽ നമ്പർ ഇവിടെയാണ് ആവശ്യം. ആ സീരിയൽ നമ്പർ ഇവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ സീരിയൽ നമ്പർ വെച്ചുള്ളതാണ് റിപ്പോർട്ടിൽ വരുന്നത്. എന്തിനെ ബേസ് ചെയ്താണ് വരണേന്നുള്ളത്. അപ്പോൾ ഇത്രയുമാണ് ഗൂഗിൾ ഷീറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഗൂഗിൾ ഷീറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഗൂഗിൾ ഷീറ്റ് ക്രിയേറ്റ് ചെയ്യണം. അതിന് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഗൂഗിൾ ഷീറ്റിലേക്ക് പോയി വെറുതെ ഗൂഗിളിൽ എടുത്തിട്ട് ഗൂഗിൾ ഷീറ്റ് അടിച്ചാൽ നമ്മുടെ മെയിലിലൊരു ഗൂഗിൾ ഷീറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഗൂഗിൾ ഷീറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗൂഗിൾ ഷീറ്റിൻ്റെ നേരത്തെ പറഞ്ഞു ഒരു ഷീറ്റും കൂടി ക്രിയേറ്റ് ചെയ്യുക. അതിൽ ഒരു ഷീറ്റ് 1 ഉണ്ട്, ഒരു ഷീറ്റ് 2 കൂടി അതിൽ ക്രിയേറ്റ് ചെയ്യുക. ഷീറ്റ് 1, ഷീറ്റ് 2 അങ്ങനെ 2 ഷീറ്റ് അതിൽ ക്രിയേറ്റ് ചെയ്ത് തരണം. എന്നിട്ട് ഷീറ്റ് 1 ഫസ്റ്റ് കോളത്തിൽ സീരിയൽ നമ്പർ എന്ന് എൻ്റർ ചെയ്യുക. നെക്സ്റ്റ്
ഹെഡിങ് എന്താണോ അത് എൻ്റർ ചെയ്യുക. ഹെഡിങ്ങിന് എൻ്റർ ചെയ്താൽ മതി, കുഴപ്പമില്ല. അടുത്തതിൽ സെലക്ഷൻ ബോക്സിൻ്റെ ഹെഡിങ് ആയിട്ട് എന്ത് വരണോ അത് എഴുതുക. ഇപ്പോൾ സ്ക്രാപ്പ് ഐറ്റം എന്ന് എഴുതിയാൽ നേരത്തെ അവിടെ കണ്ടു, അവിടെ സ്ക്രാപ്പ് ഐറ്റം എന്ന് വന്നിട്ടുണ്ട്. ഇനി ഇവിടെ രണ്ടാമത് ഇപ്പോൾ DTR ആണെങ്കിൽ DTR എന്ന് എൻ്റർ ചെയ്തു. ഇനി ആ ഹെഡിങ് എന്നുള്ള കോളത്തിൽ നമ്മൾ ഹെഡിങ്ങുകൾ എഴുതി ചേർത്തു. ലാൻഡ്മാർക്ക്, നിയറസ്റ്റ് പോൾ നമ്പർ, എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് എഴുതി ചേർത്തു. ഇത് കഴിഞ്ഞ് തിരിച്ചറിയാൻ വേണ്ടി ആ സീരിയൽ നമ്പറും അവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു. അതിനുശേഷം അവിടെ സെലക്ഷൻ ബോക്സിൽ എന്ത് കിട്ടണം, ഇപ്പോൾ സ്ക്രാപ്പ് ഐറ്റം ആണെങ്കിൽ സ്ക്രാപ്പ് ഐറ്റം എന്തൊക്കെ കിട്ടണം, PSC പോള്, അങ്ങനെ RCC പോൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് സ്ക്രാപ്പ് ഐറ്റം എന്തൊക്കെയാണോ കിട്ടേണ്ടത് അതവിടെ. അതിനുശേഷം നമ്മൾ DTRൻ്റെ പേരുകളും അവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു. ഇത് കഴിഞ്ഞ് നമ്മൾ മൊബൈൽ ആപ്ലിക്കേഷനിൽ ഈ ഷീറ്റ് കൊടുത്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ മൊബൈൽ ആപ്ലിക്കേഷനിൽ നമുക്ക് ഈ ഫീൽഡുകൾ എൻ്റർ ചെയ്യാൻ പാകത്തിൽ കിട്ടും. ലൊക്കേഷൻ, ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ഓട്ടോമാറ്റിക് ഡിഫോൾട്ട് വരും. അത് ഓട്ടോമാറ്റിക് വരും, എന്തായാലും ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും വരും. അതങ്ങനെയാണ് പ്രോഗ്രാം ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ എഴുതി കൊടുത്ത കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഇതിൽ രണ്ടെണ്ണം കൂടുതൽ കൊടുത്താൽ അതും അതിൽ വരും. അത് കഴിഞ്ഞ് ഗൂഗിൾ ഷീറ്റിൻ്റെ പെർമിഷൻ മാറ്റണം. അപ്പോൾ അതിനായിട്ട് പെർമിഷൻ ഷെയറിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് പെർമിഷൻ എടുത്ത് റെസ്ട്രിക്റ്റഡ് എന്നുള്ളത് മാറ്റി N1 വിത്ത് ലിങ്ക് ആക്കണം. അതിനുശേഷം അത് എഡിറ്റർ എന്നുള്ളതാക്കിയിട്ട് അത് ഡൺ കൊടുക്കുക. എഡിറ്റ് ആക്കിയതിന് ശേഷം ഡൺ കൊടുത്ത് അത് എഡിറ്റർ ആക്കി എടുത്തിട്ട് ലിങ്ക് കോപ്പി ചെയ്ത് ലിങ്ക് നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷനിൽ അത് മൊബൈൽ ആപ്ലിക്കേഷൻ്റെ കോളത്തിൽ എൻ്റർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ലിങ്ക് കോപ്പി ചെയ്യുക. ലിങ്ക് കോപ്പി ചെയ്തിട്ട് നമുക്ക് സിസ്റ്റത്തിൽ വാട്സപ്പ് തുറന്ന് വാട്സപ്പ് വഴി ട്രാൻസ്ഫർ ചെയ്യാം. ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്തത്. അതെങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ലിങ്ക് മൊബൈൽ ആപ്പിൽ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അത് അതുപോലെ ചെയ്യാം. ലിങ്ക് നേരെ വാട്സപ്പിലേക്ക് ഇട്ടു. വാട്സപ്പിലിട്ടിട്ട് ഞാൻ മൊബൈലിൽ വാട്സപ്പ് തുറന്ന് മൊബൈലിൽ കോപ്പി ചെയ്യും. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ മൊബൈലിൽ കോപ്പി ചെയ്തിട്ട് അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ലിങ്ക് എന്തായാലും ലിങ്ക് നമുക്ക് മൊബൈൽ ആപ്പിൽ സേവ് ചെയ്യണം. അപ്പോൾ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ വർക്കുകൾ എങ്ങനെ വരും നോക്കാം. ഇപ്പോൾ മൊബൈൽ ആപ്ലിക്കേഷൻ ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നേരത്തെ ഇൻസ്റ്റാൾ ചെയ്തോണ്ടാണ് കാണിച്ചത്. ഇവിടെ വരുമ്പോൾ ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ അതിന് മുമ്പ് ആ ലിങ്ക് അങ്ങോട്ട് കോപ്പി ചെയ്ത് വെച്ചു. ഇപ്പോൾ ലിങ്ക് ക്ലിപ്പ് ബോർഡിൽ കോപ്പിയായി. ഇനി മൊബൈൽ ആപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ആയതുകൊണ്ട് അത് ലൊക്കേഷൻ ആക്സസ് കൊടുക്കണം. കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് ചോദിക്കുന്നത് പേരും മൊബൈൽ നമ്പറും ചോദിക്കും. അത് കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സർവേ നടത്തി കഴിഞ്ഞാൽ അത് ആരാണ് ചെയ്തതെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസും കൂടി അതിൽ കിട്ടാൻ വേണ്ടിയിട്ടാണത്. അത് കൊടുത്തു കഴിഞ്ഞാൽ എത്ര ഷീറ്റ് ഉണ്ട്, നമുക്ക് എത്ര ഷീറ്റുകളുണ്ട് അതിലേക്ക് അറ്റാച്ച് ചെയ്യാൻ എന്നുള്ളത് അവിടെ കൊടുക്കാം. അത് എത്ര കൊടുത്താലും കുഴപ്പമില്ല, പിന്നീട് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഈ ലിങ്ക് ആദ്യം കൊടുക്കുക. അത് തിരിച്ചറിയാൻ വേണ്ടിയുള്ള പേര്, ഷീറ്റിനെ തിരിച്ചറിയാൻ വേണ്ടിയുള്ള പേര് അവിടെ എഴുതി കൊടുക്കുക. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഷീറ്റ് 1 എന്നല്ല സ്ക്രാപ്പ് സർവേ എന്ന് കൊടുക്കാൻ പോവാണ്. സ്ക്രാപ്പ് സർവേ എന്ന് പറഞ്ഞൊരു ഷീറ്റ് ഉണ്ടാക്കുകയാണ്. ഷീറ്റാണ് ആ പേര് കൊടുക്കുന്നത്. എനിക്ക് തിരിച്ചറിയാൻ വേണ്ടിയുള്ള പേരാണ്. അപ്പോൾ സ്ക്രാപ്പ് സർവേ എന്നുള്ള പേര് കൊടുത്തു. അതിനുശേഷം അത് സേവ് ചെയ്തു. അപ്പോൾ ഞാൻ 2 ഷീറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ ഒരു ഷീറ്റും കൂടി വേറൊരു ഷീറ്റ് എൻ്റർ ചെയ്താണ്. അതും അവിടെ പേസ്റ്റ് ചെയ്തു. അതിനെനിക്ക് തിരിച്ചറിയാൻ വേറൊരു പേര് ഞാൻ കൊടുക്കുകയാണ്. ഷീറ്റ് 2 എന്നോ എന്തെങ്കിലും ഒരു പേര് കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ സ്ക്രീൻ വന്നു, ആദ്യം കണ്ട ആ സ്ക്രീൻ വന്നു. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു ഐറ്റം എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റർ ഐറ്റംസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. എൻ്റർ ഐറ്റംസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഏത് ഷീറ്റാണെന്ന് സെലക്ട് ചെയ്യാൻ പറയും. ഷീറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ സ്ക്രാപ്പ് സർവേ എന്നുള്ള ഷീറ്റ് സെലക്ട് ചെയ്താൽ നമ്മളവിടെ എഴുതി കൊടുത്ത കാര്യങ്ങളാണ് ഇവിടെ വരേണ്ടത്. ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ കിട്ടില്ല. ആദ്യം സ്ക്രാപ്പ് ഐറ്റം വന്നു, അതിൻ്റെ നേരെ നമ്മളവിടെ എഴുതി കൊടുത്ത കാര്യങ്ങൾ വന്നു. പിന്നെ മറ്റേ അടുത്തത് DTR എന്നുള്ള ഹെഡിങ്ങിൽ DTRകൾ വന്നു. അപ്പോൾ അത് എൻ്റർ ചെയ്ത് കൊടുത്തു. അതിനുശേഷം ലാൻഡ്മാർക്ക്, ഇതൊക്കെ നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം.
ഒരു പോസ്റ്റ് നമ്പർ എൻ്റർ ചെയ്തു, എന്തെങ്കിലും എല്ലാം ഉള്ളതെല്ലാം എൻ്റർ ചെയ്ത് കൊടുക്കാം. എത്ര കോളമാണ് നിങ്ങൾക്ക് അവിടെ ഷീറ്റിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അത് വന്നോളും. എൻ്റർ ചെയ്ത് കൊടുക്കുക. അവസാനം ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ഓട്ടോമാറ്റിക് വന്നോളും. അത് സേവ് ചെയ്യുക. സേവ് ചെയ്യുമ്പോൾ നേരെ ഷീറ്റിൽ പോയിട്ട് അത് എൻട്രി ആയി. രണ്ടാമത്തെ ഷീറ്റിൽ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തപ്പോൾ ഷീറ്റ് 1 ഷീറ്റ് 2 ക്രിയേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഈ ഷീറ്റ് 2 ഇവിടെ നിന്ന് എൻട്രി ചെയ്യണത് നേരെ ഷീറ്റ് 2 പോയിട്ടാണ് അവിടെ വീഴുന്നത്. അതിപ്പോൾ ഷീറ്റ് 2 എൻട്രി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കാണണമെങ്കിൽ നമ്മളവിടെ റിപ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. റിപ്പോർട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഷീറ്റ് സെലക്ട് ചെയ്യുക. ഷീറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഏതാണ് നമുക്ക് വേണ്ടതെന്ന് ചോദിക്കും. അപ്പം ഈ ചോദിക്കുന്നത് ഏത് കോളമാണ് എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അത് ആ നമ്പർ അവിടെ സീരിയൽ നമ്പർ എഴുതി കൊടുക്കണം എന്ന് പറഞ്ഞത് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ സർവേ നടത്തിയ ഡീറ്റെയിൽസ് വന്നു. ആ നെയിമും കൂടി ഇവിടെ കൂടുതലായിട്ട് വന്നു. ഇതിൽ കൂടാതെ വ്യൂ ഓൺ മാപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലൊക്കേഷൻ ഏതാണോ ആ ലൊക്കേഷനിലേക്ക് റൂട്ട് മാപ്പിൽ പോകാനും പറ്റും. ഇതിലിപ്പോൾ സെലക്ട് ഐറ്റം എന്ന് കാണിച്ചിട്ടുണ്ട്. ആ സെലക്ട് ഐറ്റം എന്ന് കാണിച്ചത് ഇപ്പോൾ പോസ്റ്റ് നമ്പറാണ് ഇവിടെ കാണിച്ചത്. ഇതിന് പകരം ലാൻഡ് മാർക്കാണ് കാണിക്കുന്നതെങ്കിൽ ആ സീരിയൽ നമ്പർ എൻ്റർ ചെയ്യണം എന്ന് പറഞ്ഞ കോളത്തിൽ, ഗൂഗിൾ ഷീറ്റിൽ ആ സീരിയൽ നമ്പർ എൻ്റർ ചെയ്യണം എന്ന് പറഞ്ഞ കോളത്തിൽ ലാൻഡ് മാർക്കിൻ്റെ സീരിയൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്താൽ ഇവിടെ ലാൻഡ് മാർക്കിൻ്റെ ബേസിൽ സെലക്ഷൻ വരും. ഈ സെലക്ട് ഐറ്റം എന്നുള്ളത് ലാൻഡ് മാർക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ആ ലാൻഡ് മാർക്ക് അനുസരിച്ച് എന്തൊക്കെ ഉണ്ടെന്നുള്ളത് അറിയാൻ പറ്റും. അല്ലെങ്കിൽ പോൾ നമ്പറാണ് വേണമെങ്കിൽ പോൾ നമ്പറിൻ്റെ സീരിയൽ നമ്പർ കൊടുക്കുക. ഇനി അതല്ല ആദ്യത്തെ സെലക്ട് ചെയ്ത ഐറ്റം ആണെങ്കിൽ അവിടെ 0 എന്ന് കൊടുക്കുക. അപ്പോൾ അവിടെ ആദ്യത്തെ സെലക്ട് ചെയ്ത ഏതാണോ അതിനെ ബേസ് ചെയ്തിട്ട് വരും. അപ്പോൾ അതിനുള്ളൊരു കോളമാണ് ആ അവസാനം ഞാൻ കാണിച്ചത്. ഈ ഗൂഗിൾ ഷീറ്റിൽ ഈ 2 എന്ന് എഴുതിയേക്കുന്നത് ഈ കോളത്തിൽ എഴുതി കൊടുക്കുന്ന ഈ നമ്പർ ഇത് സീരിയൽ നമ്പർ. ഇപ്പോൾ ഇത് 2 എന്ന് എഴുതിയേക്കുന്നത് നിയറസ്റ്റ് പോൾ നമ്പറിൻ്റെ സീരിയൽ നമ്പറാണ്. അപ്പോൾ ആ നിയറസ്റ്റ് പോൾ നമ്പർ ആയിരിക്കും അവിടെ കിട്ടുന്നത്. നിയറസ്റ്റ് പോൾ നമ്പറിൻ്റെ സെലക്ഷൻ ആയിരിക്കും അവിടെ കിട്ടുന്നത്. ആ ബേസിലായിരിക്കും നമുക്ക് റിപ്പോർട്ട് കിട്ടുന്നത്. ഇതിവിടെ 3 എന്ന് എഴുതിയാൽ ആ മൂന്നാമത് എന്താണ് എഴുതി കൊടുത്തേക്കണേ അതിനനുസരിച്ച് വരും. 1 എന്ന് എഴുതിയാൽ ലാൻഡ് മാർക്കിനനുസരിച്ച്, ആ ഒന്നാമത് എഴുതി കൊടുത്തേക്കണേ ലാൻഡ് മാർക്കിനനുസരിച്ച് വരും. അതാണ് ആ സെലക്ഷൻ ബോക്സിൽ കിട്ടുന്നത്. ഇപ്പോൾ ഇതിൽ ആ ഷീറ്റ് 2 എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഷീറ്റ് 2 ഈ എൻട്രി വന്ന് വീണേക്കുന്നത് കാണാം. ഷീറ്റ് 2 എടുത്തു കഴിഞ്ഞാൽ ആ ഷീറ്റ് 2 നമ്മളുടെ വെച്ച ഈ എൻട്രി അവിടെ വന്ന് വീണിട്ടുണ്ടാവും. ഇങ്ങനെയാണ് ഷീറ്റ് 2 വന്ന് വീണോളും. ഇനി എൻട്രി ചെയ്യണത് മുഴുവൻ ഷീറ്റ് 2 വന്ന് വീഴും. ഇങ്ങനെ നമുക്ക് ആവശ്യത്തിന് കസ്റ്റമൈസ് ചെയ്ത് മൊബൈൽ ആപ്ലിക്കേഷൻ മാറ്റിയെടുക്കാം. ഏത് ഇതിൽ 2 ഗൂഗിൾ ഷീറ്റ് ഉണ്ടെങ്കിൽ 2 ഗൂഗിൾ ഷീറ്റ് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിലെ 2ലേക്കും പോയി വീണോളും. ഏത് സെലക്ട് ചെയ്യണനുസരിച്ച് അതിലേക്ക് പോയി വീണോളും. റിപ്പോർട്ടും അതിലേക്ക് കിട്ടിക്കോളും. അപ്പോൾ ഇങ്ങനെ നമുക്ക് വളരെ കസ്റ്റമൈസ് ചെയ്ത് മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. അപ്പോൾ ഷീറ്റിൽ എൻ്റർ ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ കോളങ്ങൾ എൻ്റർ ചെയ്യുമ്പോൾ അത് കറക്റ്റ് അതുപോലെ തന്നെ ആയിരിക്കണം. അതിലൊന്നും മാറ്റങ്ങൾ വന്നാൽ മൊബൈൽ ആപ്പായിട്ട് വർക്ക് ചെയ്യില്ല. അപ്പോൾ അത് കറക്റ്റ് അങ്ങനെയാണ് പ്രോഗ്രാം എഴുതിയേക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ഉപയോഗിച്ചിട്ട് ഇത് ഫീൽഡിൽ നിന്ന് വളരെ ഈസി ആയിട്ട് നമുക്ക് ഡേറ്റാസ് ഗൂഗിൾ ഷീറ്റിലേക്ക് എത്തിക്കാൻ പറ്റും.